വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് അടിപൊളി റോസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്ലാക്ക് റോസ് ആണ് കേട്ടോ സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് ബ്ലാക്ക് റോസിൻ്റെത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്ലാക്ക് റോസിൻ്റെ ചെറിയ കുഞ്ഞു പ്ലാന്റ്സ് അല്ല കേട്ടോ ഉള്ളത്, മെച്ചുറായ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ ബ്ലാക്ക് റോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും തീരെ ചെറിയ തൈകൾ കഴിഞ്ഞ ലോഡിലൊക്കെ ഉണ്ടായിരുന്നത് ചെറിയ തൈകളായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്, വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അതേ പോട്ടിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ്, വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു 5-6 പ്ലാന്റ്സ് മാത്രമാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെയുള്ളത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളും ഉണ്ട്. നാടൻ ബഡ് ചെയ്ത തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഏതാണോ റിക്വസ്റ്റ് അതനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം. ചിലർക്ക് ബഡ് റോസ് വെക്കുന്നതിനായിരിക്കും താല്പര്യം കൂടുതൽ. ബഡ് റോസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് സൈസ് ഇച്ചിരി കുറവാണ് കേട്ടോ. അപ്പോൾ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ നല്ല പ്ലാന്റ്സ് ആണ്. ഓൺ റൂട്ടഡ് ആയാലും നാടൻ ബഡ്ഡിങ് ആയാലും നിങ്ങളുടെ ഇഷ്ടാനുസരണം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തത് ബ്ലാക്ക് റോസ് ആണ്, രണ്ടാമത്തത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള ടൈപ്പ് റോസ് തന്നെയാണ്. നമുക്ക് ഒത്തിരി നഴ്സറീസിൽ അങ്ങനെ മേടിക്കാൻ പറ്റാത്ത ടൈപ്പ് റോസാണ് ഈ മിഡ് നൈറ്റ് ബ്ലൂ ആയാലും ബ്ലാക്ക് റോസ് ആയാലും. ഇത് രണ്ടും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓൺ റൂട്ടഡ് തന്നെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെത് ഓൺ റൂട്ടഡ് ആയിരിക്കും കൂടുതൽ ആൾക്കാർക്കും താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ തവണയും സെയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ഓൺ റൂട്ടഡ് ആണ് കേട്ടോ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്, ബ്രിട്ടീഷ് ക്യൂനാണ്. ബ്രിട്ടീഷ് ക്യൂനിൻ്റെ ഇതേ വലിപ്പമുള്ള തൈകൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്, പൂക്കളും മൊട്ടുകളോടും കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുമ്പോൾ വൈറ്റും ഒരു ഒരു പിങ്ക് ഷെയ്ഡൂടെ, ഒരു ബേബി പിങ്ക് ടച്ചൂടെ വരുന്നൊരു റോസാണ്. അടിപൊളിയാണ് കാണാൻ. ഫ്രാഗ്രൻസിൻ്റെ കാര്യം നല്ല സ്മെല്ലാണ് ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൻ റോസിന് വരുന്നത് കേട്ടോ. തീരെ മണമില്ലാത്ത വെറൈറ്റി ഒന്നുമല്ല, നല്ല മണമാണ് ഈ ഒരു വെറൈറ്റി. അതുപോലെ കളറും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അടുത്തതായിട്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓർക്കിഡ് റോസ്, കൊലകുത്തി പൂക്കുന്ന ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് സെയിലിനായിട്ടുള്ളത്. ഇങ്ങനെ ഓർക്കിഡ് ഫ്ലവർ ചെയ്യുന്നത് പോലെ ഇത് ബ്ലൂമാവും. നിങ്ങൾ കാണുന്നില്ലേ, മുകളിൽ നിന്ന് ഫ്ലവർ ഇട്ട് വന്ന് ഏറ്റവും അറ്റത്ത് എത്തുമ്പോഴത്തേക്കും മുട്ടുകൾ മാത്രം. ഇനിയിപ്പോൾ ദിവസം കഴിയുമ്പോൾ ഇതിൽ ഓരോ മുട്ടുകളായിട്ട് വിരിഞ്ഞ് വരുന്നൊരു വെറൈറ്റിയാണ്. ഓർക്കിഡ് എങ്ങനെയാണോ ഫ്ലവറിങ് ആവുന്നത് ആ സെയിം രീതി തന്നെയാണ് ഈ ഒരു ഓർക്കിഡ് റോസും ഫ്ലവറിങ് ആവുന്നത് കേട്ടോ. ഓർക്കിഡ് റോസിൻ്റെ വേറെ കളേഴ്സൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്നുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ ഈ ഓർക്കിഡ് റോസിൻ്റെ ഈ ഒരു പിങ്ക് കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ 7 days റോസ് അവൈലബിൾ ആണ്, ഞാൻ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നാടൻ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള 7 days റോസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്ന ഈ ഒരു വെറൈറ്റിയാണ്, നാടൻ മഞ്ഞ റോസാണ് കേട്ടോ. നാടൻ മഞ്ഞ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് എത്തിച്ചിട്ടുള്ളത്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിങ്ങും കൂടെ ആയിട്ട്. അതിൽ ഫസ്റ്റത്തെ റോസ് മാത്രമായിരുന്നു നാടൻ ബഡ്ഡിങ് വരുന്നത്, ബാക്കിയൊക്കെ നമുക്ക് ഓൺ റൂട്ടഡ് അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അയച്ചു തരുന്നതായിരിക്കും. വെറൈറ്റി ആയിട്ടുള്ള റോസിൻ്റെ കളക്ഷനുമായിട്ട് നമ്മുടെ പുതിയ ലോഡ് മിക്കവാറും നെക്സ്റ്റ് വീക്ക് ഒരു ബുധനാഴ്ചയോടെ, തിങ്കളാഴ്ച അല്ലാന്നുണ്ടെങ്കിൽ ബുധനാഴ്ച നമ്മുടെ പുതിയ ലോഡ് എത്തും വെറൈറ്റി ആയിട്ടുള്ള റോസിൻ്റെ കളക്ഷനുമായിട്ട്. അപ്പോൾ ഡയറക്റ്റ് വന്ന് മേടിക്കണമെന്നുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം. പിന്നെ ഈ ഒരു യെല്ലോയും ഓറഞ്ചും ഷെയ്ഡിലെ ഈ ഒരു റോസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ കൊറിയർ ത്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയറായിട്ട് അയക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ഹോം ഡെലിവറി കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഹോം ഡെലിവറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പ്ലാൻസ് വേണ്ടൊരു വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.